ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ഇഡ്ലിയുടെയും ദോശയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് പുഴുങ്ങലരി കൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പുഴുങ്ങലരി കൊണ്ട് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് വെച്ചാൽ ആ കപ്പ് വെച്ചിട്ട് തന്നെ ഉഴുന്നും അളക്കുക. അപ്പോൾ 2 കപ്പ് പുഴുങ്ങലരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് പുഴുങ്ങലരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ്. അപ്പോൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരി നമ്മൾ ചോറ് വെക്കുമ്പോൾ ചിലത് സ്മെല്ലൊക്കെ വരും, നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ അരി എടുത്താൽ മതി. അങ്ങനത്തെ അരി കൊണ്ട് നെയ്പ്പത്തലും ഇഡ്ഡലിയും ദോശയും പുട്ടിനൊക്കെ പൊടിക്കാൻ പറ്റും. നമുക്ക് ആ അരി വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ആ അരിയിൽ ബ്ലാക്ക് റൈസും നെല്ലും കല്ലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നുള്ളി പെറുക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകുക. കഴുകിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുക. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കുതിരണം, എന്നാലേ ഇത് നല്ല സോഫ്റ്റായി വരുള്ളൂ. പുഴുങ്ങലരി ആയതുകൊണ്ട്. പച്ചരി ആണെങ്കിൽ 4-5 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടുകയാണെങ്കിൽ നമുക്കൊരു രാത്രി 7 മണിൻ്റെ ശേഷം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് 8 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. എല്ലാം അടച്ചിട്ട് വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഉഴുന്നാണ്. ഉഴുന്ന് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഉലുവയും ചേർക്കാം. നമുക്ക് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ എന്തായാലും ചേർക്കണം. അപ്പോൾ അതിലേക്ക് ഉഴുന്ന് അതുപോലെ ഞാൻ കഴുകി ക്ലീനാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പക്ഷേ ഉഴുന്നിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുടിക്കണ വെള്ളം തന്നെ ഒഴിക്കണം. കാരണം നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് മാവ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുഴൽക്കിണറിൻ്റെ വെള്ളമൊക്കെ വേറെ ഉണ്ടെങ്കിൽ അതിൽ കഴുകിയിട്ട് അതിൽ തന്നെ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുടിക്കണ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഈ വെള്ളത്തിലാണ്, ഈ ഉഴുന്ന് കുതിർന്ന വെള്ളത്തിലാണ് നമ്മൾ അരിയും ഉഴുന്നും എല്ലാമായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് 8 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 മണിക്കൂറായി. ഇപ്പോൾ നമുക്കിതൊക്കെ തുറന്ന് നോക്കാം. ഇത് ഉഴുന്ന് കുതിരാൻ വെച്ചതായിരുന്നു. ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്ന് ഞാൻ പിന്നെ കഴുകിയിട്ടില്ല, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വെള്ളം കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് വേണം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരി പിന്നെ ഞാൻ ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് നല്ല കഴുകി എടുത്തു വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഉഴുന്ന് കുതിർത്താൻ വെച്ച ഈ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം അരിയുടെ താഴെയായിട്ട് വെച്ചാൽ മതി. കുറച്ച് വെള്ളം ഏറി പോവാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് അരച്ച് വരാം. നല്ല ഒരു അത്യാവശ്യം നന്നായിട്ട് അരയണം. പിന്നെ വലിയ പേസ്റ്റ് ആയില്ലെങ്കിലും എന്നിട്ട് അത്യാവശ്യം കുറച്ചൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട് അരി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞൊരു തരി വേണേനും, പക്ഷെ നന്നായി അരയരുത്, പക്ഷെ തീരെ അരയാതിരിക്കുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. കുറച്ചൊരു തരി വേണം കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് ഇതിലുള്ള വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് അരച്ചെടുത്താൽ മതി. ഇതിനോട് കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർക്കണം കേട്ടോ. അതിൽ 3 ടേബിൾ സ്പൂൺ ചോറ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർക്കുക. ഇതും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് വെച്ചിട്ടുണ്ട്. ഉഴുന്ന് പിന്നെ അരക്കാനെടുത്ത വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ അതുപോലെ കണ്ടോ, ഉഴുന്ന് അരച്ചിട്ട് ഇതേപോലെ ഒരു കുഴി പോലെ ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഏറിയാൽ ഇഡ്ഡലി നന്നായി കിട്ടൂല. ഇഡ്ഡലിക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതാണ്. പിന്നെ ഉഴുന്നും ചോറും നല്ലപോലെ അരിയും വേണം. അരി അത്ര നന്നായി അരിഞ്ഞില്ലെങ്കിലും ഇത് ഇതും നല്ലോണം അരിയണം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലപോലെ യോജിപ്പിക്കാം. യോജിപ്പിച്ചിട്ട് നമുക്ക്
രാവിലെ ഒരു 10 മണിക്കൂർ, ഇപ്പോൾ രാത്രി 8 മണിക്ക് അരച്ച് വെച്ചാൽ രാവിലെ ഒരു 6-7 മണിക്ക് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ആ ഒരു സമയത്ത് ഒരു 10 മണിക്കൂർ എന്തായാലും ഇത് പൊങ്ങാനെടുക്കും. ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഇപ്പം തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ച് 10 മണിക്കൂർ എന്തായാലും പിടിക്കും. പിന്നെ തണുത്ത ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെക്കേ, ചൂടുള്ള സ്ഥലങ്ങളിലെങ്ങാനും വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് കുറച്ച് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് അവിടെ വെച്ചാലും മതി കുറച്ച് സമയം. പിന്നെ അങ്ങനെ കുറച്ച് ചൂടാവുമ്പോൾ ആ ഒരു ചൂടുണ്ടാവുമല്ലോ അടുപ്പിൻ്റെ അടുത്തൊക്കെ, അപ്പോൾ ആ ചൂടിൽ പൊങ്ങി കിട്ടിക്കോളും നല്ലോണം. അപ്പോൾ ഇത് നമുക്ക് രാവിലെ വരെ വെയിറ്റ് ചെയ്യാം. രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവൊന്ന് തുറന്ന് നോക്കാം. എന്താ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പുറത്ത് പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ മാവൊക്കെ ഇങ്ങനെ താന്ന് വരും. പിന്നെ നിങ്ങൾ ഈ മാവ് വെച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വലിയ പാത്രത്തിൽ വെക്കുക. ആ പാത്രത്തിൻ്റെ പകുതിയിൽ കുറച്ച് കൂടുതലായിട്ട് മാവ് വെച്ചാൽ മതി. പകുതിയിലേറെ കുറച്ച് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അത് എന്തായാലും ആ മാവിൻ്റെ ഒരു പകുതി കണ്ട് എന്തായാലും പൊങ്ങി വരും. രാവിലെ ആകുമ്പോഴേക്ക് പൊങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇഡ്ഡലി നന്നാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഇങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ വരുന്നുണ്ടല്ലോ. അത് കറക്റ്റ് സ്റ്റേജ് തന്നെയാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി വിട്ട് കിട്ടാൻ സഹായിക്കും അത്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഈ പരുവത്തിലായിരിക്കണം. ഫുള്ള് ഒഴിച്ചു കൊടുക്കണ്ട, അത് കുറച്ച് കൂടിപ്പോയി. ഒരു പകുതി 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് സിമ്മിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതേ മാവ് ഉപയോഗിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാൻ ഈ മാവിൽ കുറച്ചൊന്ന് ലൂസാക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിലായിട്ട് ലൂസാക്കുക. അങ്ങനെ പെട്ടെന്ന് വരുന്ന രീതിയിൽ. ഇഡ്ഡലി മാവിലേറെ കുറച്ചും കൂടി ലൂസാവണം ദോശയുടെ മാവ്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. സെറ്റ് ദോശ ഒക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ദോശ അയക്കണം നോക്കാം. ദോശ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നിട്ട് മറിച്ചിട്ടാൽ മതി, കൂടുതൽ വേവൊന്നുണ്ടാവില്ല. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ദോശകളും നമുക്ക് ചുട്ടെടുക്കാം. ആയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കാം. ഇഡ്ഡലി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിന്ന് എടുത്തിട്ട് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ഇതിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ചൂടാറാതെ എടുത്താൽ അതിൽ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. നന്നായി തണുത്ത ശേഷം മാത്രമേ നമുക്ക് ഇതിന്ന് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ദോശയൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ദോശയുടെ ഒരു പരുവം. നല്ല സോഫ്റ്റാണിത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടിട്ടും.
സ്പൂണൊന്നും വേണമെന്നില്ല, ചിലപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ പോരും. അങ്ങനെ എല്ലാ ഇഡ്ഡലികളും നമുക്ക് എടുത്ത് വെക്കാം. ഇഡ്ഡലിയും ദോശയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇഡ്ഡലി. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, ഉണ്ടാവും. പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്നുള്ളത്. ഇത് പിന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ദോശ അതേപോലെ തന്നെ ഒരേ മാവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ദോശ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. സാധാ ഇഡ്ഡലിയും ദോശയും കഴിക്കണ പോലെ തന്നെ അതിലും കുറച്ചും കൂടി ടേസ്റ്റ് മുമ്പിലാണെന്ന് പറയാം. പുഴുങ്ങലരി ആയതുകൊണ്ട് ഒന്നും പിന്നെ മോശമാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ നമ്മൾ പിന്നെ ചോറ് വെക്കാൻ ഉപയോഗിക്കാത്ത അരി ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചോറ് വെക്കണ അരിയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവർക്കും നന്ദി.